ഹായ്, അപ്പോൾ നമ്മളിന്ന് കക്കയുടെ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യും. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇത് വരണ്ട് വരാനാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലോട്ട് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുകയാണ്. 1 സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. നിങ്ങളുടെ എരിക്കനുസരിച്ച് മുളക് പൊടി ഇടണം. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിക്കനുസരിച്ച് ഇടുക. അപ്പോൾ നല്ലതുപോലെ ഇട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്ത് നല്ല മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല മൂപ്പിച്ചെടുക്കുന്നവരെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്യുകയാണ്. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അത് മൂത്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കക്കയൊക്കെ എടുത്ത് വെച്ചിരിക്കുക. നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കക്കയുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കക്ക ഇട്ട് കൊടുക്കുകയാണ്. കക്ക ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതായത് നമ്മുടെ ഈ അരപ്പെല്ലാം അതിൽ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നല്ലതുപോലെ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കക്ക ഓൾറെഡി വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അരപ്പ് പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ 1 മിനിറ്റ് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ നല്ലതുപോലെ അരപ്പെല്ലാം അതിലൊന്ന് പിടിച്ചു വരുന്നുണ്ട്. നമുക്ക് പിടിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളി ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി എടുക്കുക. അപ്പം തക്കാളി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുള്ളത് തക്കാളിയാണ് വേണ്ടുള്ളത്. അപ്പം ഒരു തക്കാളി ഞാനിതിലേക്ക് സ്മോളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതാ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി സെറ്റാക്കി വെക്കണം. ജസ്റ്റ് ഇതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി ഒന്ന് വരാൻ വേണ്ടി. അപ്പം നല്ലതുപോലെ ഇളക്കി ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് വേണം. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ ആ തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്യുകയാണ്. തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് നമ്മുടെ കക്ക റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ഫുഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.